മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ കാണുവാൻ വേണ്ടി ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ. ബാലേന്ദ്രനെ കണ്ടതും അലീന ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ നീ കരയാണോ? കരയല്ല അച്ഛാ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാ. അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര നാളെ അച്ഛനെ കണ്ടിട്ട്. അച്ഛൻ എന്താ ഒന്നും പറയാതെ വന്നത്? കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ. ഇന്നലെ വന്നിരുന്നെങ്കിൽ എന്നെ കാണാൻ കഴിയില്ലായിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ എവിടെ പോയി? അത് പപ്പയുടെ തറവാട്ടിൽ പോയി, പുനലൂർ. 2 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നേ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല സമയത്താണ് വന്നതല്ലേ? അതെ അച്ഛാ, വാ നമുക്ക് അകത്തേക്ക് പോകാം. എവിടെ ഇവിടുത്തെ പട്ടികളൊക്കെ? എല്ലാവരും അകത്തുണ്ട്. പേടിക്കാനൊന്നുമില്ല, അവരൊന്നും ചെയ്യില്ല. എൻ്റെ കൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യില്ല. ഞാനൊരു തവണ വന്നപ്പോൾ എന്നെ ഒരാൾ വന്ന് ചെക്ക് ചെയ്തായിരുന്നു. സെക്യൂരിറ്റി ചെക്കപ്പാണെന്നാണ് സ്റ്റാൻലി പറഞ്ഞത്. ഇവിടുത്തെ പട്ടികളൊക്കെ ആയിരിക്കും നിൻ്റെ കൂട്ടുകാരല്ലേ? അതെ അച്ഛാ, ഞാൻ നല്ല കൂട്ടാ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കൂട്ട ആരാണെന്നറിയാവോ? എൻ്റെ വല്യപ്പച്ചൻ, ഔതക്കുട്ടി എന്ന പേര്. എനിക്കറിയാം. അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യം കണ്ടത്. അതിനുശേഷമാണ് നിൻ്റെ പപ്പയെ തേടിപ്പിടിച്ച് വന്നത്. നിൻ്റെ പപ്പയാളെങ്ങനെയാ? പപ്പയാളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തായാലും അച്ഛനെപ്പോലെ എന്നല്ല. അച്ഛനെപ്പോലെ എന്നെ ചേർത്ത് പിടിക്കില്ല, മോളേന്ന് വിളിക്കില്ല. അച്ഛനെപ്പോലെ സ്നേഹത്തോടെ പെരുമാറില്ല. ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഗൗരവമാണ്. പക്ഷേ വല്യപ്പച്ചനുണ്ടല്ലോ, വല്യപ്പച്ചൻ നല്ല കൂട്ടാണ് ഞാനുമായിട്ട്. ഞാനും വല്യപ്പച്ചനും കൂടിയേ പപ്പയ്ക്കെതിരെ സമരം പോലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വല്യപ്പച്ചനും എപ്പോഴും ഒറ്റ കക്ഷികളാണ്. എനിക്ക് മനസ്സിലായി മോളെ. മോളിവിടെ നല്ല ഹാപ്പിയാണല്ലേ? നിൻ്റെ മുഖം കണ്ടാലറിയാം, നീ ഇപ്പം കുറച്ചുകൂടെ വെളുത്തു, കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനിവിടെ നിന്നെ ആക്കിയിട്ട് പോകുമ്പോഴുള്ള നിൻ്റെ മുഖം ഞാനിപ്പോൾ ഓർത്ത് പോവുക. അന്ന് നിൻ്റെ മുഖത്ത് ഭയങ്കര വിഷാദമായിരുന്നു. ഇവിടെ ആക്കേണ്ടിയിരുന്നില്ല എന്ന് നിൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് കാണാമായിരുന്നു. അന്ന് നിനക്ക് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു അല്ലേ? ഇപ്പോൾ എല്ലാം ശരിയായല്ലേ? എനിക്ക് നല്ല സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വെച്ചാൽ അവരെന്താ കൊണ്ടുവരാഞ്ഞ്? എനിക്ക് കാണണമായിരുന്നു. അതിപ്പോൾ വേണ്ട മോളെ, അവരെ സമയമാകുമ്പം കൊണ്ടുവരാം. അവർക്കറിയില്ലല്ലോ നീ എവിടെയാണെന്ന്. അമ്മയോ അച്ഛാ? അമ്മ എങ്ങനെ ഇപ്പോൾ? അവൾ പഴയ പോലെ തന്നെ. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ അവളെ ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പോഴും ഒന്നും മിണ്ടാറില്ല അച്ഛാ. ഇല്ല. അച്ഛനിനി ഒരിക്കലും അമ്മയെ അംഗീകരിക്കാൻ കഴിയില്ലേ? ഞാൻ വരുന്നതിന് മുൻപ് നിങ്ങൾ നല്ല ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നവരല്ലേ? ഇനി ഒരിക്കലും കഴിയില്ല അച്ഛാ. ഞാൻ എപ്പോഴേ അവളെ മനസ്സുകൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞു മോളെ. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. മോള് കരുതിയത് നീ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം നന്നാകും, ഞാനും ജയന്തിയും തമ്മിൽ ഒന്നിച്ച് നന്നായിട്ട് പോകുമെന്നല്ലേ? എന്നാൽ അങ്ങനെയൊന്നും കരുതണ്ട. ഞാനിപ്പോഴും മേലെ തന്നെയാണ് കിടക്കാറ്. യാതൊരു ബന്ധവും നമ്മൾ തമ്മിൽ ഇപ്പോഴും ഇല്ല. പിന്നെ അലീന, നിൻ്റെ തെറ്റിദ്ധാരണയും കൂടെ ഞാൻ മാറ്റിത്തരാം. നീ വിചാരിക്കും പോലെ നീ വന്നതിന് ശേഷമല്ല എൻ്റെ കുടുംബം തകർന്നത്. അതിനു മുൻപേ തകർന്നിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. അവളെ അവളുടെ ഇഷ്ടങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ ഒരിക്കലും എൻ്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അവളൊന്ന് തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. എനിക്ക് എന്ത് സ്ഥാനമായിരുന്നു? എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുമായിരുന്നു, എൻ്റെ വാക്കുകൾക്ക് വില തരുമായിരുന്നു. പക്ഷേ നീ വന്നതിന് ശേഷം എന്താണ്, എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്ന് നീ പഠിപ്പിച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കണം. അവർക്ക് വേണ്ടി തോറ്റു കൊടുക്കണം, ത്യാഗം ചെയ്യണം. അതൊക്കെയാണ് സ്നേഹം. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വലിയൊരു സത്യം നീ എന്നെ അറിയിച്ചു തന്നു. എങ്കിലും അതിനു മുൻപേ തകർന്നൊരു കുടുംബമായിരുന്നു എൻ്റേത്. എങ്കിലും അച്ഛ, ഞാനന്ന് ചോദിച്ചോട്ടെ? ഒരു ദിവസം അമ്മ എല്ലാ സത്യങ്ങളും അറിയും. അന്ന് അമ്മ അച്ഛൻ്റെ മുമ്പിൽ ഒരുപാട് തോൽക്കില്ലേ? ആ സമയത്ത് അച്ഛന് ക്ഷമിക്കാൻ കഴിയില്ലേ? ഞാൻ എല്ലാം ക്ഷമിച്ചേനെ മോളെ. തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. ഒന്നുകിൽ അവൾ കുറ്റം ഏറ്റു പറയണമായിരുന്നു, ഇല്ലെങ്കിൽ 23 വർഷം എന്തെങ്കിലും ഒരു കുറ്റബോധം അവളുടെ ഉള്ളിൽ വേണമായിരുന്നു. ഓരോ നിമിഷവും എന്നെ ചതിച്ചുകൊണ്ടാണ് അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും ആ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിലില്ലായിരുന്നു. മറിച്ച് അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ആൾരൂപമായിരുന്നു അവൾ. സ്വന്തം ഭർത്താവിനെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചവൾ. ലോകത്തിൽ ഏറ്റവും നല്ല പതിവ്രതയ്ക്കുള്ള അവാർഡ് കിട്ടിയവൾ ഞാനാണ് എന്ന മട്ടിലായിരുന്നു അവളുടെ നടപ്പ്. നിനക്കറിയാമല്ലോ, വൈജിയെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഒരു സ്നേഹനിധിയായ ഭാര്യ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ 23 വർഷം എനിക്കൊരു നരക ജീവിതമായിരുന്നു. ശബ്ദം കേട്ട് ഔതക്കുട്ടി അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും അലിനിയും പെട്ടെന്ന് സംസാരം നിർത്തി. ആരാ മോളെ ഇത്? വല്യപ്പച്ച, ഇതെൻ്റെ അച്ഛനാണ് ബാലേന്ദ്രൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ പാലായിലുള്ള. മനസ്സിലായി മോളെ. അതിനുശേഷം ഔതക്കുട്ടി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയേട്ടോ. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്. താങ്കളാണല്ലോ എനിക്ക് സ്റ്റാൻലിയുടെ അഡ്രസ്സ് പറഞ്ഞു തന്നത്. അന്ന് വീട്ടിൽ വന്നയാളാണല്ലേ? ഓഹോ, അപ്പോൾ താങ്കളാണ് അലീനയെ ഇവിടെ എത്തിച്ചതല്ലേ?
അതെ, അതിനുവേണ്ടിയാണ് സ്റ്റാൻലി അന്വേഷിച്ചിറങ്ങിയത്. ഞാൻ ബാലേന്ദ്രനെ കണ്ട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. താങ്കൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ അലീന എപ്പോഴും പറയാറുള്ളത് ബാലേന്ദ്രനെക്കുറിച്ചാണ്. പിന്നെ ബാലേന്ദ്രൻ്റെ മക്കളെക്കുറിച്ചും. ബാലചന്ദ്രനെയാണ് അവൾ ആദ്യമായി അച്ചാന്ന് വിളിച്ചതല്ലേ? എന്തായാലും അക്കാര്യത്തിൽ എൻ്റെ മകനേക്കാൾ ഭാഗ്യം ബാലേന്ദ്രന് തന്നെ. അവധക്കുട്ടി ചിരിച്ചു. എന്നിട്ട് അലീനയോട് പറഞ്ഞു, മോളെ, നിന്റെ അച്ഛന് കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വാ. അലീന അടുക്കളയിലേക്ക് പോയി. അവധക്കുട്ടിയും ബാലചന്ദ്രനും സംസാരിക്കുന്നതിനിടയിൽ പുറത്ത് ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. ലാലച്ചന് വന്നെന്ന് തോന്നുന്നു, അവധക്കുട്ടി പറഞ്ഞു. മുറ്റത്ത് കാറ് കിടക്കുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് മനസ്സിലായി ബാലചന്ദ്രൻ വന്നിട്ടുണ്ടെന്ന്. സ്റ്റാൻലി താല്പര്യമില്ലാതെ അകത്തേക്ക് കയറി. സ്റ്റാൻലി അകത്തേക്ക് വന്നപ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് കൈകൊടുത്തു. എന്നാൽ സ്റ്റാൻലി നല്ല ഗൗരവത്തിലാണ് ബാലചന്ദ്രനോട് പെരുമാറിയത്. അപ്പോഴാണ് അലീന ചായയുമായി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നത്. പപ്പയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി അച്ഛൻ വന്നത് പപ്പയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ കൂടെയാണ് ഇരുന്നത്. അത് സ്റ്റാൻലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അലീന ബാലചന്ദ്രൻ്റെ അടുത്തിരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് അസൂയ തോന്നിയെങ്കിലും സ്റ്റാൻലി അത് കാണാത്ത ഭാവത്തിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. ഊണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലിയും മാറിയിരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ബാലചന്ദ്രൻ, എനിക്ക് ഗൗരവമേറിയ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അലീനയുടെ കല്യാണം 1 വർഷത്തിനുള്ളിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നടത്തണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, അവളുടെ ജന്മരഹസ്യത്തെപ്പറ്റി. അല്ലെങ്കിൽ ഭാവിയിൽ എൻ്റെ മകൾക്കത് മോശമായി ബാധിക്കും. അത് ശരിയാണെന്നുള്ള തരത്തിൽ ബാലചന്ദ്രൻ തലയാട്ടി. എന്നിട്ട് സ്റ്റാൻലി തുടർന്നു, ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്ന് അലീനയുടെ അമ്മ ആരാണെന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഞാൻ പറയും അവളുടെ അമ്മ മരിച്ചു എന്ന്. അതോടെ അവർ മറ്റാരെക്കുറിച്ചും ഒന്നും ചോദിക്കില്ല. അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ബന്ധുക്കാരെ പറ്റിയും എല്ലാം ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായല്ലോ? അലീനയുമായി ബാലചന്ദ്രനോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന പയ്യൻ മണിശങ്കറിനോ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ബാലചന്ദ്രൻ്റെ മക്കൾക്കും ഒന്നും പാടില്ല. നിങ്ങളെപ്പോഴും ഫോണിൽ കൂടെ വിളിക്കുകയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇനി സ്റ്റോപ്പ് ചെയ്യണം. അവരുടെ നല്ല ഭാവിക്കാണെന്ന് ഓർത്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മനസ്സിലായി സ്റ്റാൻലി. ഞാൻ ഇന്ന് ഇവിടെ വന്നു, ഇനി വരാൻ പാടില്ല എന്നല്ലേ? സ്റ്റാൻലി ഒന്നും മിണ്ടാതിരുന്നു കേട്ടോ. അലീനയുടെ കല്യാണത്തെക്കുറിച്ച് അലീനയോട് സംസാരിച്ചോ സ്റ്റാൻലി? ഇല്ല, ഉടനെ സംസാരിക്കണം. എന്നാൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പയ്യനില്ലേ മണിശങ്കറും അലീനയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ കാര്യം സ്റ്റാൻലിക്ക് അറിയാമോ? എനിക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ പയ്യനിവിടെ വന്നപ്പം. എങ്കിൽ അലീനയോട് ചോദിക്കൂ. അവളുടെ മനസ്സറിഞ്ഞിട്ട് മതി എന്തും തീരുമാനമെടുക്കാൻ. അതിപ്പോൾ എന്ത് ചോദിക്കാനിരിക്കുന്നു? പാലായുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചാൽ അവൾ അതങ്ങ് മറന്നോളും. ആണും പെണ്ണുമാകുമ്പോഴേ അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ തോന്നും. അതൊക്കെ സ്വാഭാവികമാണ്. എന്ന് കരുതി കല്യാണം കഴിക്കണമെന്നുണ്ടോ? അതൊക്കെ സ്റ്റാൻലി പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ഞാൻ മണിശങ്കറിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലീന എൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കാമെന്ന്. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ബാലേന്ദ്ര? അന്ന് അവൾക്ക് സ്വന്തം അച്ഛനില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. അവളുടെ സ്വന്തം അച്ഛനുണ്ട്. അപ്പോൾ പിന്നെ തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. ഇനി അലീനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. സ്റ്റാൻലി ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. പക്ഷേ അലീനയ്ക്കൊരു തീരുമാനമുണ്ടല്ലോ. അത് ചോദിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അച്ഛൻ്റെയും പപ്പയുടെയും സംസാരം കേട്ടാണ് അലീന അങ്ങോട്ട് വന്നത്. അവർ തമ്മിൽ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കാര്യം എന്താണെന്നറിയാൻ അവൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. മോളെ അലീന, നീ അറിഞ്ഞായിരുന്നോ? നിന്റെ കല്യാണം നടത്താൻ പോവുകയാണ് നിന്റെ പപ്പ. അപ്പോൾ ഞാൻ പറഞ്ഞു നീയും മണിശങ്കറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പക്ഷേ നിന്റെ പപ്പ അത് അംഗീകരിക്കുന്നില്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നിനക്ക് ആരെ കല്യാണം കഴിക്കണമെന്ന് നീ പറഞ്ഞാൽ മതി. നിന്റെ പപ്പ പറയുന്ന ആളെയാണ് നീ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ മനുവിനോട് ഇപ്പോഴേ പറഞ്ഞേക്കണം. ആ പാവത്തിനെ കുരങ്ങ് കളിപ്പിക്കരുത്. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. സ്റ്റാൻലിയും പറഞ്ഞു, അലീന, ഞാനാണ് ഇപ്പോൾ നിന്റെ പപ്പ. ഞാൻ പറയുന്നതാണ് നീ അനുസരിക്കേണ്ടത്. അലീന ആകെ ധർമ്മസങ്കടത്തിലായി കേട്ടോ. സ്വന്തം ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പപ്പ തോറ്റുപോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇതെൻ്റെ സ്വന്തം പപ്പയാണ്. പപ്പ പറയുന്നത് ഞാൻ അനുസരിക്കണം. പക്ഷേ ഞാൻ ആദ്യമായി അച്ഛാന്ന് വിളിച്ചത് ഈ അച്ഛനെയാണ്. ഈ അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കണം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ എനിക്ക് ഒരുപോലെ അംഗീകരിക്കാനാവാത്തത് കൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഈ ജീവിതത്തിൽ കല്യാണമേ കഴിക്കുന്നില്ല. എൻ്റെ ബ്രീത്താമ്മ ജീവിച്ചതുപോലെ ഒരു അനാഥാലയം നടത്തി കുഞ്ഞുങ്ങളെ നോക്കി അങ്ങനെ ഒരു ജീവിതമാണ് എനിക്ക് താല്പര്യം. അലീന അങ്ങനെയൊരു മറുപടി പറയുമെന്ന് ബാലചന്ദ്രൻ്റെ സ്റ്റാൻലിയോ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഒരു മറുപടിയും ഇല്ലായിരുന്നു.
അതെങ്ങനെ ശരിയാവും? ഞാൻ സമ്മതിക്കില്ല. നിനക്കൊരു ജീവിതം വേണമെന്ന് സ്റ്റാൻലി പറഞ്ഞു. പപ്പയ്ക്കൊരു തീരുമാനമുണ്ട്, എൻ്റെ അച്ഛനൊരു തീരുമാനമുണ്ട്. അപ്പോൾ എനിക്കൊരു തീരുമാനം വേണ്ടേ? ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിലിങ്ങനെ അടികൂടേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. സ്റ്റാൻലിയും ബാലേന്ദ്രനും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കിയിട്ടോ. അവരാകെ തോറ്റു പോയിരിക്കുകയാണ്. ഇനി എന്ത് മറുപടി പറയും? എന്നിട്ട് അലീന പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ധാരണയിലെത്തണം, അല്ലെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ധാരണയിലെത്തി ഒരു തീരുമാനം പറയുകയാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അടികൂടുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഉചിതമായൊരു തീരുമാനം രണ്ടുപേരും കൂടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോയി. സ്റ്റാൻലിക്കും ബാലേന്ദ്രനും പരസ്പരം ഒന്നും മിണ്ടാനില്ലായിരുന്നു. ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു.